എൻ്റെ പൊന്ന് ഗൈസ് ഒന്ന് നോക്കിയേ. നമുക്ക് ഇഡ്ഡലി മേടിച്ചു കൊടുത്തപ്പോൾ ഇഡ്ഡലി വേണ്ട, പൂരി മേടിക്കാൻ ഞാൻ പൂരി വേണ്ട. ആ റിച്ചു മേടിച്ച മാമ്പഴം ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന പെണ്ണുങ്ങൾ തിന്നുന്നുണ്ട് വലിച്ച് കയറ്റുന്നത്. ഇവിടെ ഒന്നിനുണ്ടാക്കിയിട്ട് അതിനെ നോക്കാൻ ആളില്ല. അങ്ങനെ ഒരു സാധനം. ആ പിന്നെ എന്നെ പിന്നെ എപ്പോഴും അപമാനിക്കാതിരിക്കില്ല ഈ ആൾക്കാരെ പോകുന്നത്. ഞങ്ങൾ എന്താ പറയുക, ഈ മിസ്റ്റർ ഞാൻ പോകുന്നു, പെട്ടെന്ന് കഴിച്ചാണോ? എനിക്ക് പോയിട്ട് ഈ നാട്ടുകോഴി പുളിച്ച് കഴിക്കണം. ആ വേഗം മതി മതി, രാമൂന് മതി. പക്ഷേ കവറെങ്കിലും വായു രാമു പോയിട്ട് വാ പെട്ടെന്ന്. കഴിച്ചപ്പോൾ നമ്മളത് ഈ ജഡായുവിൻ്റെ എത്തിയത് ലേപാക്ഷ ജഡായുവിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ എൻട്രി ഫീസ് വന്നത് 10 രൂപയാണ്. രാമുനെ കണ്ടുവിടറാ. അത്യാവശ്യം ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. റേറ്റ് വലിയ കുഴപ്പമില്ല. എൻട്രി ഫീസ് 10 രൂപയാണ്. നമുക്കതിൻ്റെ മുകളിലേക്ക് കയറണത് അവിടേക്ക്. ഓക്കെ, ഇതിലാണ് കയറുന്നത്. എവിടേക്കാണ് രാമ കൊണ്ടുപോകുന്നുണ്ട്. റിച്ചാർഡ് ദേ പോകും. കൈസ് നമ്മൾ വന്നത് അവിടെ നിന്നാണ്. ദേ ഇത്രയും സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറാൻ കിടപ്പുണ്ട്. ഇപ്പോൾ സമയം 11:47. കല്ലിൻ്റെ മേലല്ല അതൊക്കെ ഇരിക്കുന്നത്. अच्छा कितने भैया मैं तो अभी आमची हूँ भैया, मैं आऊँगा 8 दिन बाद. Will you try your photo? Complete 10. Plus 10. സ്കൈ വ്യൂ. വാവ്, എന്തൊരു വ്യൂ അല്ലേ.
പക്ഷെ നല്ല എക്സ്പീരിയൻസ് കളിയാണ്. കാരണം അവിടെ വീട്ടിൽ ഇരിക്കുന്നതിനേക്കാൾ ബെറ്ററാണിത്. ഈസിയല്ല, വീട്ടിലായാലും പോകുന്നത്. രാമേ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് രാമേ? സത്യം പറഞ്ഞാൽ 10 രൂപ എൻട്രി ഫീസ് ആണെങ്കിൽ പോലും അത് വർത്തിട്ടായിരുന്നു. വർത്തിട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ബാംഗ്ലൂരിൽ ആ ഒരു ബിസി ലൈഫ് എന്നൊക്കെ മാറിയിട്ടുള്ള ഡ്രൈവ്, ഇവിടേക്കൊരു എക്സ്പീരിയൻസ്, ആ ജഡായുവിൻ്റെ സ്റ്റോറീസ്, ലേബാക്ഷി ടെമ്പിൾ, ആന്ധ്ര അറിയും കേട്ടോ. എനിക്ക് 19 ലക്ഷം രൂപ ഉള്ളൂ. നീ വീടാ കണ്ടോ ഗൈസ്, ജമ്പനും തുമ്പനും അതാണ് എൻ്റെ അവസ്ഥ. പക്ഷെ ഓവറോൾ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഞാൻ ഭയങ്കര ഉണ്ടോ എല്ലാം അടിപൊളിയായിരുന്നു. ഈ ഒരു പൊട്ടന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഇതിന് നാണമാണത് ക്യാമറയിൽ വരാൻ. ശരിക്കും നമ്മൾ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ബോണ്ടിങ്ങും ആ ഒരു ഡെപ്തും ആ ഒരു ഇൻറ്റൻസിറ്റി ഒക്കെ ഭയങ്കര ഡിഫറെൻറ്റ്. കാണുന്ന ആ ഒരു വെസ്റ്റേൺ ഗാർഡിൻ്റെ ഒരു വല്ലാത്തൊരു വ്യൂ ആണ്. വല്ലാത്തൊരു വ്യൂവിന് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ചെയ്യുന്നത്. അവിടേക്ക് നേരത്തെ എനിക്ക് അവിടേക്ക് എൻട്രി ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ ഗേറ്റ് ബന്ദ് ചെയ്തേക്കും. അതാണ് മറ്റേ നമ്മുടെ ജഡായുവിൻ്റെ പ്രതിമ വന്നിട്ട് അതാണ്. പക്ഷേ അവിടേക്ക് നേരത്തെ എൻട്രി ഉണ്ടായിരുന്നു, ഇപ്പം ബന്ധാന്ന് തോന്നുന്നു. അതേ മെയിൻ്റനൻസ് കൊണ്ട് വെച്ചേക്കുന്നോ എന്തോ അറിയില്ല. ഗൈസ് എനിക്ക് സ്റ്റെപ്പ് കയറാൻ നല്ല പാട്, എനിക്ക് ഇറങ്ങാനാണ് പാട്. ആ റെക്കോർഡോ പറ. എല്ലാരും അവരവരെ സൂക്ഷിച്ചാൽ നല്ലതെന്ന്. കാരണം ഞാൻ താഴെ വീണേട്ടാ, നാട്ടിലൊരു പറയും കാമുക്കിനും കൂടി ഭാര്യ താഴെ ഇട്ടോന്ന്, ചേട്ടൻ താഴെ വീണാ പറയും കാമുക്കിനും സത്യോടെ വെച്ചു തള്ളിയിട്ടോന്ന്. അവൻ വീണാ പറയും അവൻ താഴെ വീണാ പറയും ഭാര്യ ഭർത്താവും കൂടി ഇഷ്ടമല്ലാത്ത കൂട്ടുകാരനെ ഇവിടെ കൊണ്ട് തള്ളിയിട്ടത്. സത്യം കേട്ടോ, അതൊരു സത്യസന്ധമായ കാര്യം. ഇവിടുന്ന് ഒരു 10-40 കിലോമീറ്റർ പോലുണ്ടല്ലോ, കുറേ അധികം കിണറുകളുള്ള സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവിടെ നേരത്തേക്ക് എൻട്രി ഉണ്ടായിരുന്നു, പക്ഷെ ഇത് അവർ നിർത്തി. എന്നോട് ചാജിബിടി പറഞ്ഞു നമ്മൾ ഇവിടെ വന്ന് ഈ ജഡായു കണ്ട് ഇറങ്ങുമ്പോൾ 11:30 മണിയാണ് പോകുന്നത്. പറഞ്ഞ എല്ലാം പറഞ്ഞേ ഗൈസ്. ഇവിടെ ഒരു പുള്ളി ഇരുന്നിട്ട് നന്നായി സ്കെച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ 300 രൂപയാണ് മേടിക്കുന്നത്. 300 രൂപയാണ് പെൻസിൽ സ്കെച്ചിന്. പുള്ളിക്കാരൻ വരയ്ക്കുന്നത് ഭയങ്കര ജീവനുള്ളൊരു പടങ്ങൾ. കൊള്ളാളിയാ വെച്ചു. അയ്യോ പിടിച്ച് തള്ളല്ലോ, അവനെ പിടിച്ച് തള്ളിക്കഴിഞ്ഞാൽ പറയും. ഗൈസ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ നന്ദി പ്രതിമ, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മോണോലിത്തിക് നന്ദി പ്രതിമ കാണാനായിട്ടാണ് പോകുന്നത്. അത് സത്യത്തിൽ നമ്മുടെ ലേബാക്ഷി ടെമ്പിളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ലെഫ്റ്റ് സൈഡിലേക്ക് വരണം. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴാണ് ആ ഒരു പ്രതിമ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ആ ടെമ്പിളിൻ്റെ കോംപ്ലക്സിലോ അല്ലെങ്കിൽ ആ ഭാഗത്തല്ല. ഇതാണ് സംഭവം. സത്യത്തിലൊരു സംഭവമാണ്. ചപ്പൽ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ
The gigantic wooden coconut poster is Grand Court sculpture, a huge granite oak. This monolith sculpture is a unique example of its kind of Scandinavia. It faces western. Come on guys. റിച്ചാർഡ് മാമ നടന്ന് പോവുക. മറ്റേ മൊബൈലും കയറാം. മറ്റേ മൊബൈൽ വണ്ടി അതല്ലേ ഇങ്ങനെ. ഗൈസ് നമ്മുടെ റിച്ചാർഡ് മാമൻ്റെ തളർന്ന് ആ മാമൻ്റെ അവിടെ പോയിരുന്നു. റിച്ചാർഡ് മാമൻ തളർന്നു. റിച്ചാർഡ് മാമൻ തളർന്നോ? റിച്ചാർഡ് എന്തു പറ്റി? തൊപ്പിയത് അമ്പലക്കുളത്തിൽ വേസ്റ്റ് വയ്ക്കുന്നു. ഇത് ഇന്ത്യയിൽ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യെസ്. അപ്പം നിങ്ങൾ നമുക്ക് നന്ദി പ്രതിമ കാണാം. നന്ദി കണ്ടിട്ടോ ഞാൻ ചെരുപ്പ് പോരാണോ എനിക്ക് അത് സാരമില്ല വാടേ അവിടെ മേലെ ഇന്നിട്ട് വരാം. വാ ഞാൻ വന്നോളാം. അതാ കയ്യിൽ കൈയും പിടിച്ച് അവരതാ നടന്നു പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിട്ട് ചില ആൾക്കാർ പറയുണ്ടായിരുന്നു ഇവര് ഗേ ആണോ എന്ന്. നീ സ്ട്രൈറ്റ് ആണോടാ റിച്ചോ? അവര് വലിയ വണക്കമില്ല. അത് ഇറച്ചോ വണ്ടി കയറ്റിയിരിക്കാലോ. നല്ല പോയിട്ടോ. ഗൈസ് ഇതാണ് ആ നന്ദി പ്രതിമ. എനിക്ക് തോന്നുന്നു ഇത് ഇന്ത്യയിൽ ഏറ്റവും വലിയ നന്ദി പ്രതിമയാണോ എനിക്ക് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് മാർബിളിലുള്ള മാർബിളിലുള്ള ഏറ്റവും വലിയ നന്ദി പ്രതിമ ഇതായിരിക്കണം പ്രോബബ്ലി. ഇതൊരു വളരെ നോർമലായിട്ടുള്ള പ്ലേസാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ചൊരു യുണീക്കായിട്ട് മേ ബി ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറോടും ഇത് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളതായതുകൊണ്ട് മീൻസ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളതെന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ചിൽ, റിലാക്സ്, കൂൾ. വാടാ ഫോട്ടോ എടുക്കാം. ഇനി വെള്ളം കുടിക്കണം.